രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഹലോ. ഇന്നത്തെ താരം വി രാജേഷ് തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരത്തിന് ഒരു BJP മേയർ, അല്ലെങ്കിൽ മേയർ പിന്നെ എല്ലാവരുടെയുമാണ്, പക്ഷേ ഒരു BJP നേതാവ് മേയറായി സ്ഥാനമേൽക്കുമ്പോൾ ഈ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഇടതു മുന്നണിക്ക് അതൊരു നാണക്കേടിൻ്റെ ദിനം കൂടിയല്ലേ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതിന്റെ ആധികാരിക കണക്ക് എനിക്കറിയത്തില്ല, താങ്കൾക്ക് അറിയാമെന്ന് കരുതുന്നു. 29%, 27%, അതായത് തിരുവനന്തപുരത്ത് 2% ടോട്ടൽ വോട്ട് കൂട്ടുമ്പോൾ LDFന് കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പ്രാദേശികമായിട്ട് വരുമ്പോൾ, വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ വേരിയേഷൻ അനുസരിച്ച് BJP സാങ്കേതികമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതാണെന്നാണ് എനിക്ക് അറിയുന്ന കണക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അല്ല, അത് ഞാൻ പറയുന്നത് ഒരുപക്ഷെ അങ്ങ് പറയുന്നത് അതിലൊക്കെ ഒരു കാര്യമുണ്ടാവും. കാരണം ടോട്ടൽ പോൾ പെർസെൻറ്റ് നോക്കുമ്പോൾ ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2020 താരതമ്യം ചെയ്യുമ്പോൾ വലിയ മാറ്റമില്ല എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇവർക്കൊരു വലിയ ആത്മവിശ്വാസം നൽകുകയില്ലേ? നോക്കൂ, ഉത്തരേന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ കേരളം ഒരു ചുവന്ന കോട്ട എന്നറിയപ്പെടുന്ന ഇടത്താണ് അതിൻ്റെ തിരുവനന്തപുരം തലസ്ഥാനം, അതിൻ്റെ മേയർ ഞങ്ങളുടെ BJP നേതാവാണ് എന്ന് പറയാൻ അവർക്കൊരു അവസരം കിട്ടുകയില്ലേ? തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതികമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു നിഷ്പക്ഷമതിക്ക് അങ്ങനെ കാണുവാൻ കഴിയും. പക്ഷെ ഞങ്ങളൊക്കെ അറിയാമല്ലോ, രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. ഞാൻ ചാത്തന്നൂർ രാധാകൃഷ്ണൻ എന്ന് നിങ്ങൾ അറിയുന്ന രാധാകൃഷ്ണൻ, ചാത്തന്നൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തിയ ഒരു വാർഡ് കൂടി. പക്ഷെ അതിനകത്ത് വിഷയം എന്താണ്? കോൺഗ്രസ് 4 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 1 ചുരുങ്ങി 3-ാം സ്ഥാനത്ത് പോയി. ഈ കേരളത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 75% സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തില് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് പോയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കോട്ടയ്ക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറയുടെ വോട്ടോ കുറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചാത്തന്നൂരടക്കം ജയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് താഴെ പോയി. ഗ്രാമീണ മേഖല നിങ്ങൾ ഒരു കോർപ്പറേഷൻ മാത്രം പറഞ്ഞാൽ പോരാ. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഞങ്ങൾ വീഴ്ചപ്പോ ഞാനായാലും ഇടതുപക്ഷക്കാരനാണ്. സ്വയം വീഴ്ച ആത്മപരിശോധന നടത്തണം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൊണ്ട് ഞങ്ങളൊക്കെ താഴെത്തട്ടിൽ സാധാരണ പ്രവർത്തകർ പറയാറുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച അത് തന്നെയാണ് ഇടതുപക്ഷത്തിന് അല്പം പിന്നോട്ട് പോകേണ്ടി വന്നത്. ഇടതുപക്ഷം അത് തിരുത്തും. ഞാനെന്ന് പറയട്ടെ, അവിടെ ശ്രീലേഖയെ പോലെ ഒരു അധികാരിയായ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം നിർത്തിയത് ആരെയാ? ഒരു സാധാരണ പെൺകുട്ടി. ആ കൊച്ചു പഠിച്ച് വല്ല ജോലിയും മേടിച്ച് കുടുംബം നോക്കേണ്ട കൊച്ചുങ്ങളൊക്കെയാണ്. ഇപ്പോൾ പൊതുവെ പാർട്ടിക്കാർക്ക് ഒരു ധാരണയുണ്ട്, യുവത്വം. ഗാന്ധിജി അറിയാമല്ലോ, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം കൃശഗാത്രനായ ഗാന്ധിജി അദ്ദേഹത്തിനോടൊപ്പം പ്രായമുള്ള വയസ്സായ അമ്മമാരോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് എഴഞ്ഞെഴഞ്ഞാണ് രാജ്യം മുഴുവൻ പോയി സ്വാതന്ത്ര്യം മേടിച്ചത്. അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ വലിയ കഥയുണ്ട്. കാമരാജിനെ തോൽപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് ഇടതുപക്ഷമല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കടന്നപ്പള്ളി എന്ന ചെറുപ്പക്കാരൻ ഒരു ഘട്ടത്തിൽ ഒരു യുവ നേതാവായി ഉയർന്നു വന്നത് വലിയ AKGയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കല്ലേ വരുന്നത്. അപ്പൊ യുവാക്കളെ ചെറുതായി കാണുന്നതല്ല, യുവാക്കളെ ആവശ്യമുള്ള മേഖലകളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യണം. പരിണിതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പഴക്കവും ഉള്ളവരെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഈഗോകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ഇന്ന് തന്നെ തൃശ്ശൂർ ഒരു കോൺഗ്രസിന്റെ ചരിത്രം നമുക്കറിയാലോ, മേയർ കഥ. അത് ഒരു പാർട്ടിക്കല്ല, എല്ലാത്തിലും ഉണ്ട്. അധികാരിയായിട്ടുള്ള പഴക്കവും ഉള്ളവരെ പരിണിതപ്രജ്ഞരെ കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ BJP തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ നോക്കൂ, ശക്തരായ സ്ഥാനാർത്ഥികളാണ് അവർ നിർത്തിയത്. ശ്രീലേഖയോടൊപ്പം മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി അല്ല അവിടെ. ഞാനൊരു ഒരു കലത്തിലെ ചോറ് എന്തോന്ന് നോക്കാൻ എല്ലാം കൂടെ ഞെക്കി നോക്കണ്ടല്ലോ. ശ്രീലേഖയുടെ വാർഡ് പോലെ തന്നെയാണ് കേരളത്തിൽ പല വാർഡുകളിലും പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം, ഞാൻ ഇടതുപക്ഷക്കാരനാ. ഇടതുപക്ഷം അതുകൊണ്ട് പിന്നിലൊന്നും പോകത്തില്ല. നേമത്ത് പണ്ട് രാജഗോപാൽ ജയിച്ചല്ലോ, എന്തായി സ്ഥിതി? അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ കുത്തനെ നമ്മൾ അറിയാമല്ലോ. സാങ്കേതികമായി നേരത്തെ ഒരു സുഹൃത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ പറയുന്നത് കേട്ടു. സാധാരണ ജനങ്ങളെ കയ്യിൽ വരുന്ന ആകെ ഒരു 6,000 രൂപയുടെ കാര്യം പറയുന്നുണ്ട്. പിണറായി കൊടുക്കുന്ന 24,000 കുറിച്ച് ആരും പറയുന്നില്ല. കാരണം കൊടുക്കുന്നത് കണ്ടു പറയുന്നത് ഇഷ്ടമല്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റം. അപ്പൊ പിണറായി എന്ത് വാരിക്കോരി കൊടുത്താലും, ഹൃദയം പറിച്ചു കൊടുത്താലും അത് മോശമാണ്. കേന്ദ്രത്തിൽ നിന്ന് 6,000 കൊടുക്കുന്നതിന് വലിയ കണക്കുണ്ട്. പിണറായി 22,000 കൊടുക്കുന്നതിന് ആർക്കും വിലയില്ല. പക്ഷെ വീഴ്ചയുണ്ട്. ഞാനും ഇടതുപക്ഷക്കാരനാ. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ട്. ശ്രീലേഖയോടൊപ്പം ഉള്ള എതിർപക്ഷ സ്ഥാനാർത്ഥിയുടെ സമാനമായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നോട്ട് പോയത്. ഭരണത്തിൽ ഏറ്റവും ഇത്രത്തോളം ജീവകാരുണ്യപരമായിട്ട്
ജനങ്ങളുടെ സാധാരണക്കാരന്റെ കയ്യിൽ പണമെത്തുന്ന അവന്റെ കലത്തിൽ അരിവേവും എന്ന് ഉറപ്പുള്ള ഭരണമുള്ളത് പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ തന്നെയാണ്. പക്ഷേ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇടതുപക്ഷക്കാരാ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം പോകത്തില്ലായിരുന്നു. ശ്രീലയോടൊപ്പം മത്സരിക്കുന്ന അങ്ങയുടെ അഭിപ്രായം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്ങയുടെ ആ ഒരു വിലയിരുത്തലും കൂടി ഒരുപക്ഷെ പാർട്ടി ഇനി പരിശോധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒക്കെ എതിരാളിയെ കൂടി കണക്കിലെടുത്തുള്ള ഒരു നിർണയം അനിവാര്യമാണ്. അപ്പോൾ ഷാജി ഭാസ്കർ എന്നോട് പറയുകയാണ്, ശ്രീകുമാർ അടൂർ അവിടുത്തെ കുറേ കേന്ദ്ര സർക്കാരിൻ്റെ യോജനകളെക്കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷേ ഗ്യാസ് സബ്സിഡിയുടെ കാര്യം പറയാൻ മറന്നുപോയി എന്നാണ്. അപ്പോൾ ശ്രീദേവി പറയുന്നത് വി രാജേഷ് നല്ലൊരു വ്യക്തിയാണ്, പാർട്ടി വെച്ച് നോക്കേണ്ട, അദ്ദേഹത്തിനെ മേയർ ആക്കിയാൽ നല്ല തീരുമാനമായി എന്ന് എന്നോട് പറയുന്നു. സുഭാഷ് പറയുന്നു ഇവിടെ BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചില മാധ്യമ സിൻഡിക്കേറ്റാണ്, എന്തിനും BJPയെ വേട്ടയാടുന്നു, ചില മാധ്യമങ്ങൾ രണ്ട് മുന്നണിയിലും നന്നായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ സുഭാഷിന് ഇപ്പോൾ തോന്നുന്നത് BJPയെ മാധ്യമ സിൻഡിക്കേറ്റുകൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. ശരിക്കും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന വാക്ക് തന്നെ പിന്നെ ഇടതുപക്ഷം കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ പ്രയോഗമാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന്. അപ്പോൾ അതിപ്പോൾ BJPക്കാരും പറയാൻ തുടങ്ങി. ഏതായാലും